بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പഠിക്കുകയും തഖ്വയും തൗഹീദും നിലനിർത്തി ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ അൻ അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ-നൂർ വദക്കിർഹും ബിഅയ്യാമില്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. സൂറത്ത് ഇബ്രാഹിമിലെ 5-ാമത്തെ ആയത്ത്. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ, മൂസ അലൈഹിസ്സലാമിനെ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി അയച്ചു. അൻ അഖ്രിജ് ഖൗമക, നിന്റെ ജനതയെ നീ മോചിപ്പിച്ചു കൊണ്ടുവരണം, നീ പുറത്തു കൊണ്ടുവരണം. മിനൽ ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. അതായത് ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് കൊണ്ടുവരണം, കുഫറിൽ നിന്ന് ഈമാനിലേക്ക് കൊണ്ടുവരണം, ഹറാമുകളിൽ നിന്ന് പുണ്യങ്ങളിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ എല്ലാത്തരം ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നീ നിന്റെ ജനതയെ മോചിപ്പിച്ചു കൊണ്ടുവരണം എന്ന സന്ദേശവുമായി മൂസാ റസൂലുള്ളാഹി അലൈഹിസ്സലാമിന് അള്ളാഹു ആയത്തുകൾ നൽകി. വദക്കിർഹും ബിഅയ്യാമില്ലാഹ്, അള്ളാഹുവിൻ്റെ അവർക്കുള്ള ദിനങ്ങൾ നീ അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. ഇസ്രായേൽ ജനതയ്ക്ക് അള്ളാഹു എപ്പോഴെല്ലാം എന്തെല്ലാം നിഅമത്തുകൾ ചൊരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മൂസാ നബിയോട് പറയാണ്. അവർക്കുണ്ടായ പ്രയാസ കാലഘട്ടങ്ങളിൽ അള്ളാഹു എങ്ങനെയാണ് മോചനം നൽകിയത്, അവർക്ക് ആശ്വാസം നൽകിയത് എന്ന് നീ അവരെ ഓർമ്മിപ്പിക്കണം. അയ്യാമുള്ള എന്നാണ് അതിന് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ നാളുകൾ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ, അങ്ങേയറ്റം സബറും ശുക്റുമുള്ള ജനങ്ങൾക്ക്, കലവറയില്ലാതെ സംയമനം പാലിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ ചരിത്രത്തിൽ ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹു ഓരോ ജനതയിലും അവൻ്റെ ചില സുന്നത്തുകൾ നടപ്പാക്കും. സുന്നത്തല്ലാഹ് അല്ലത്തി ഖദ് ഖലത് മിൻ ഖബൽ, അള്ളാഹുവിൻ്റെ നടപടി അത് മുമ്പേ കടന്നുപോയിട്ടുള്ളതാണ്, നടന്നുപോയിട്ടുള്ളതാണ്. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിൻ്റെ സുന്നത്തിന് ഒരു മാറ്റമില്ല. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതലുണ്ട്. നൂഹ് അലൈഹിസ്സലാം 1-ാമത്തെ റസൂലായി നിയോഗിക്കപ്പെടുമ്പോൾ അദ്ദേഹം അസത്യത്തിനെതിരെയാണ് ദഅവത്ത് ചെയ്തത്, പോരാട്ടം നടത്തിയത്. അവസാനം സ്വന്തം നാട്ടുകാരും അദ്ദേഹവും മാറിപ്പോയി. അദ്ദേഹത്തെ അള്ളാഹു കപ്പലിൽ ആ സമുദായത്തിൻ്റെ കെടുതിയിൽ നിന്ന് അവസാനം രക്ഷിച്ചു. സത്യത്തിനാണ് ആത്യന്തിക വിജയം. ഇത് ഈ ദുനിയാവിൽ ആവർത്തിക്കുന്ന ചരിത്രമാണ്. ഓരോ റസൂലുമാരുടെയും അമ്പിയാക്കളുടെയും ചരിത്രം പഠിക്കുമ്പോൾ സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യസ്തമായ പോരാട്ടങ്ങൾ, ആദർശപരമായ പോരാട്ടവും നേരിട്ടുള്ള പോരാട്ടവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആത്യന്തിക വിജയം അള്ളാഹു സത്യത്തിനാണ് നൽകിയിട്ടുള്ളത്. അസത്യത്തിൻ്റെ ആളുകളൊക്കെ അപമാനിക്കപ്പെടുകയും പരാജയപ്പെടുകയും ദുനിയാവിൽ തന്നെ തകർക്കപ്പെടുകയും തമസ്കരിക്കപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ചരിത്രങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. അതാണ് ഇസ്രായേൽ ജനതയിലും കാണുന്നത്. മൂസാ റസൂലുള്ളാഹി അലൈഹിസ്സലാമിനെതിരെ കടന്നു വന്ന ശത്രു ഭൗതികമായ സന്നാഹങ്ങൾ കൊണ്ട് എല്ലാ നിലക്കും വളരെ മുകളിൽ നിൽക്കേണ്ട ആളാണ്. നല്ല അധികാരമുണ്ട് അദ്ദേഹത്തിന്.
അധികാരം പ്രയോഗിക്കാനുള്ള വലിയ സൈന്യമുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. സിൽ ഔത്താദ്, ആണികളുള്ളവൻ എന്നാണ്. ഫിർഔനിന്റെ ആധിപത്യത്തെയും ശക്തിയെയും എല്ലാവരെയും തോൽപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഭൗതിക സൗകര്യങ്ങളെയുമാണ് ഈ പദപ്രയോഗം സൂചിപ്പിക്കുന്നത് എന്ന് തഫ്സീറുകളൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ആ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ഹാമാൻ ഈ ഫിർഔനിന്റെ മന്ത്രിയാണ്, സ്വന്തം ആളാണ്. സമ്പത്ത് അയാളുടെ കൂടെയാണ്, പട്ടാളം അയാളുടെ കൂടെയാണ്, ശക്തി അയാളുടെ കൂടെയാണ്. അങ്ങനെ ഭൗതികമായ സന്നാഹങ്ങളൊക്കെ ഫിർഔനിന്റെ കയ്യിലുണ്ടായിട്ടും ആ ഫിർഔനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് ഒന്നും അല്ലാതാക്കി. ഹാമാനും അയാളുടെ കൂട്ടാളികളും ഫിർഔന് വലിയ പിൻബലമായിരുന്നു. പൊടുന്നനെ അയാളും അയാളുടെ സ്വത്തുക്കളും ഒന്നടങ്കം അയാളുടെ കൊട്ടാരങ്ങളും അതൊന്നടങ്കം ഭൂമിയുടെ താഴേക്ക് പതിച്ച് അത് ഖിയാമത്ത് നാൾ വരെ താഴോട്ട് പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള വലിയൊരു പതനം ആരും ചിന്തിച്ചിട്ടില്ല. ഹാമാനെ പോലെ ഒരു വലിയ കോടിപതിയായ ഒരു മനുഷ്യൻ ഇങ്ങനെ വലിയൊരു പതനത്തിലേക്ക് പോകുമോ? അയാളെക്കാളും വലിയ കോടിപതി ലോകത്തുണ്ടായിട്ടില്ല. ഏറ്റവും സമ്പത്ത് അള്ളാഹു കൊടുത്താലാണ് ഹാമാൻ. അത് ഹാമാനും ഖാറൂനും ഹാമാനും എല്ലാം അള്ളാഹുവിന്റെ കടുത്ത ദുനിയാവിലെ ശിക്ഷയ്ക്ക് തന്നെ കാരണക്കാരായി. അപ്പൊ ഫിർഔനിന് സഹകാരികളായിരുന്നിരുന്ന മന്ത്രിയായ ഹാമാനും സമ്പന്നനായ ഖാറൂനും അവരൊക്കെ ഈ ദുനിയാവിൽ തന്നെ തകർക്കപ്പെട്ടു. ഫിർഔനാണെങ്കിലോ കടന്ന് മൂസാ നബിയെ പിടിക്കാൻ വേണ്ടി മൂസാ നബിയുടെ പിന്നാലെ വരുന്നു. കടൽ കടന്നുപോയ മൂസാ നബിയുടെ പിന്നാലെ മൂസാ നബിയും കൂട്ടരും അക്കരെ കടക്കുമ്പോഴേക്കും കടലൊന്നായി, ഫിറൗൻ അതിൽ മുങ്ങി. ഇതൊരു ചരിത്രമാണ്. ഈ ചരിത്ര സംഭവം നടന്നത് ഇതുപോലൊരു മുഹറം മാസത്തിലാണ്. മുഹറം മാസത്തെ അള്ളാഹു ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശേഷിപ്പിച്ചത്. ഷഹ്റുല്ല, അള്ളാഹുവിന്റെ മാസം. മൂസാ നബി രക്ഷപ്പെട്ട നാളുകളെ അയ്യാമുല്ലാഹ്, അള്ളാഹുവിന്റെ ദിനങ്ങളെന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചരിത്ര പാഠങ്ങൾ നമ്മൾ അയവിറക്കേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ മുഹറമിലെ താസുആഇന്റെയും ആശുറാഇന്റെയും നോമ്പെടുക്കുമ്പോൾ തീർച്ചയായിട്ടും തൗഹീദിനു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന്റെ ചരിത്രം, ഫിറഔനിനെ പോലെ ഖാറൂനിനെ പോലെ ഹാമാനിനെ പോലെ ദുനിയാവിന്റെ എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും പടക്കോപ്പുകളും സ്വന്തമായി ഉണ്ടായിരുന്നിട്ടും അവർ ദുർബലരായി, പുഴുക്കളെക്കാളും ഒന്നിനും കൊള്ളരുതാത്തവരായി, ബലഹീനരായി മാറിയ ആ സന്ദർഭം, ആ ചരിത്രം, അത് നമ്മുടെ മനസ്സിലേക്ക് വരാം. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുൽ, റസൂലുമാരുടെ ചരിത്രങ്ങളിൽ നിന്ന് എല്ലാം നിനക്ക് നാം വിവരിച്ചു തരാറുണ്ട്. എന്തിനു വേണ്ടി? മാ നുസബ്ബിതു ബിഹി ഫുആദക, നിന്റെ ഹൃദയത്തെ നാം സ്ഥിരപ്പെടുത്താൻ. തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ കുടുംബത്തിലൊറ്റപ്പെടും, നാട്ടിലൊറ്റപ്പെടും, അതേപോലെ നമ്മെ എതിർക്കാനും അപമാനിക്കാനും അവഹേളിക്കാനും ഒറ്റപ്പെടുത്താനും ചിലപ്പോൾ ആക്രമിക്കാനും കൊന്നുകളയാനും വരെ ഫാഷിസ്റ്റുകളും നരാധമന്മാരും തെമ്മാടികളും ഖിയാമത്ത് നാൾ വരെ സത്യവിശ്വാസികൾക്കെതിരെ നിൽക്കും. പക്ഷേ നിങ്ങൾ ധൈര്യം കാണിക്കണം. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ശത്രുക്കൾ ആരാ? ഇതിനേക്കാൾ വലിയ ശക്തിയുള്ള ശത്രുക്കളെ അള്ളാഹു ഒന്നുമല്ലാതാക്കിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ പാഠമാണ് മുഹറം മാസത്തിന്റെ പാഠം. വജാഅക ഫീ ഹാദിഹിൽ ഹഖ്, ഈ സത്യത്തിൽ നിന്നിലേക്ക് വന്നിരിക്കുന്നു. വമൗഇദത്തൻ വദിക്റാ ലിൽ മുഅ്മിനീൻ, ചരിത്രങ്ങളിൽ സത്യവിശ്വാസികൾക്ക് സതുപദേശവും അതേപോലെ തന്നെ ഉത്ബോധനവുമുണ്ട് എന്ന് 11ാമത്തെ സൂറത്ത് ഹൂദിലെ 120ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഇനി സൂറത്തുൽ അഅറാഫിൽ ധാരാളം റസൂലുമാരുടെ ചരിത്രം വിവരിച്ചിട്ടുണ്ട്. സൂറത്തുൽ അഅറാഫിൽ ഹൂദ് നബിയുടെ ചരിത്രവും സാലിഹ് നബിയുടെ ചരിത്രവും ഒക്കെ അവിടെ കാണാം. ആ ജനത കരുത്തന്മാരായിരുന്നു, ശക്തിയുള്ളവരായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ആ ജനതയെ അള്ളാഹു ഈ ദുനിയാവിൽ ഒന്നുമല്ലാതാക്കിയത്? കൊടുങ്കാറ്റുകൾക്ക് വിധേയരായി അവർ നശിച്ചുപോയി. ഘോര ശബ്ദത്തിൽ, ഭൂചലനത്തിൽ അവർ തകർന്നുപോയി. ഇങ്ങനെയൊക്കെ കടന്നുപോയ സമൂഹങ്ങളുടെ ചരിത്രം, മൂസാ നബിയുടെ ചരിത്രവും ധാരാളമായി സൂറത്തുൽ അഅറാഫിൽ വിവരിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു ആ സൂറത്തിൽ പറയാ, ഫഖ്സുസിൽ ഖസസ്, നബിയെ ഈ കഥകളൊക്കെ നീ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം. അപ്പൊ ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഈ കഥകൾ ഓർക്കേണ്ടതുണ്ട്. എന്തിന്? ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിച്ചേക്കും. നമ്മളും ചിന്തിക്കണം. നമ്മുടെ മുന്നിലുള്ള അസത്യത്തിന്റെ ആളുകളും അവർക്ക് അള്ളാഹു കൊടുത്ത ഭൗതികമായ സന്നാഹങ്ങളും അത് നമ്മൾ കണ്ടൊരിക്കലും നമ്മുടെ ആദർശം മുറുകെ പിടിക്കുന്നതിൽ നിന്നോ അത് ദഅവത്ത് ചെയ്യുന്നതിൽ നിന്നോ ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബത്തെ തർബിയത്ത് ചെയ്തുകൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മൾ പതറിപ്പോകാൻ പാടില്ല. പാഠം ഉൾക്കൊള്ളണം, ചിന്തിക്കണം. ലഅല്ലഹും യതഫക്കറൂൻ. അള്ളാഹു ചില കാലങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില ദിവസങ്ങൾക്ക് വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ട്. അതേപോലെ ചില മാസങ്ങൾക്ക് പ്രത്യേകത, റമളാന് പ്രത്യേകതയുണ്ട്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്.
ചില പ്രത്യേക ദിവസങ്ങൾക്ക് അള്ളാഹു പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്, ചില പ്രത്യേക മാസങ്ങൾക്ക് അള്ളാഹു പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അതിൽപ്പെട്ടതാണ് 4 മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കി. മുഹറമായ മാസം എന്ന് പറയും 4 എണ്ണമുണ്ട്. മനസ്സിലായില്ലേ? 12 മാസങ്ങളിൽ ആദ്യത്തെ മാസവും പവിത്ര മാസമാണ്, അവസാനത്തെ മാസവും പവിത്ര മാസമാണ്. ഖുർആൻ പറയുന്ന സൂറത്ത് തൗബയിൽ 9-ാമത്തെ സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്തിൽ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ, അല്ലാഹുവിന്റെ അരികിൽ മാസങ്ങളുടെ എണ്ണം 12 ഫീ കിതാബില്ല, അല്ലാഹുവിന്റെ രേഖയിൽ മാസങ്ങൾ 12. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ മാസങ്ങൾ 12. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്ര മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, ഈ പവിത്ര മാസങ്ങളെ നിലനിർത്തലും അതിനോട് കൂറുപുലർത്തലുമാണ് നേരായ ദീൻ. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, ഈ പവിത്ര മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അനീതി പ്രവർത്തിക്കരുത്, നിങ്ങൾ അതിരുവിടരുത്. പവിത്ര മാസങ്ങളുടെ പവിത്രത പാലിക്കണം. ഈ പവിത്രമായ മാസങ്ങളിൽ നമ്മൾ നന്മ ചെയ്താൽ നന്മയുടെ കൂലിയും കിട്ടും, ആ പവിത്ര മാസത്തെ ഒരു നന്മ കൊണ്ട് വരവേറ്റതിന്റെ കൂലിയും കിട്ടും. തിന്മ ചെയ്താൽ തിന്മയുടെ ശിക്ഷയും ഉണ്ടാകും, പവിത്ര മാസത്തെ കളങ്കപ്പെടുത്തിയതിന്റെ ശിക്ഷയും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. മുഹറം മാസത്തിലുടനീളം ഇതൊരു പവിത്ര മാസമാണ്. ഏറ്റവും പ്രധാനമായി യുദ്ധം ചെയ്യാൻ പാടില്ല. യുദ്ധം അനുവദിക്കപ്പെട്ട ആളുകളാണെങ്കിൽ പോലും പവിത്ര മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. ഈ മാസം കഴിയുന്നത് വരെ നടക്കണം. അള്ളാഹു ഈ മനുഷ്യകുലത്തിൽ നൽകിയിട്ടുള്ള മഹത്തായ ഒരു കാരുണ്യമാണ്. പ്രതികാരവും പരസ്പരമുള്ള യുദ്ധങ്ങളുമൊക്കെ ദുനിയാവിന്റെ ചരിത്രം പരിശോധിച്ചാൽ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഗോത്രങ്ങൾ തമ്മിൽ, രാജാക്കന്മാർ തമ്മിൽ, രാഷ്ട്രങ്ങൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിലൊക്കെ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്ങനെ പോരാട്ടം നടത്തുന്നവരാണെങ്കിലും പവിത്രമാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടുള്ള ഗുണം എന്താ? ഏറ്റവും ചുരുങ്ങിയത് 4 മാസം ആളുകൾ യുദ്ധം ചെയ്യില്ല, ആയുധെടുക്കൂല, രക്തം ചിന്തൂല. ആ 4 മാസമെങ്കിലും കൃത്യമായിട്ട് അവർക്ക് തൊഴിലെടുക്കാനും കച്ചവടം നടത്താനും കൃഷി നടത്താനും കുടുംബം പുലർത്താനും സാധിക്കും. സാമ്പത്തികമായി തകർന്നു പോകില്ല. നേരെ മറിച്ച് യുദ്ധത്തിനുമേൽ യുദ്ധം, ഒരു വിശ്രമവുമില്ലാതെ നിരന്തരമായ യുദ്ധങ്ങളുടെ മേഖലകളാണെങ്കിലോ സാമ്പത്തികമായി തകർന്നു പോകും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ആവശ്യമുള്ള സന്ദർഭങ്ങളിലാണെങ്കിൽ പോലും, നിങ്ങൾക്ക് അനുവാദമുള്ള ഘട്ടങ്ങളിലാണെങ്കിൽ പോലും പവിത്ര മാസങ്ങളിൽ നിങ്ങൾ യുദ്ധം ആരംഭിക്കരുത്. ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ അതിനെ എതിർക്കാനുള്ള അനുമതി മാത്രമേ ഉള്ളൂ. ആ നിലക്കും അല്ലാഹു പവിത്രമായ മാസങ്ങളെ നിശ്ചയിച്ചതിൽ യുക്തിയുണ്ട്. മതപരമായ യുക്തിയുണ്ട്, ഭൗതികമായ യുക്തിയുണ്ട്. പവിത്ര മാസങ്ങളെ അള്ളാഹു നിശ്ചയിച്ചത് അള്ളാഹു ഈ ഉമ്മത്തിനോട് കാണിച്ച വലിയൊരു കാരുണ്യമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. നബി പറഞ്ഞു, ഖാല ഇന്ന الزمان قد استدار كهيئته يوم خلق الله السماوات والارض, തീർച്ചയായിട്ടും കാലഘട്ടം അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ അതിൻ്റെതായ ഒരു പ്രരൂപത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അസ്സനതു 12 ശഹ്റ, ഒരു വർഷം എന്നാൽ 12 മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമാണ്. സലാസുൻ മുതവാലിയാത്ത്, പവിത്ര മാസങ്ങളിൽ 3 തുടർച്ചയായിട്ട് വരുന്ന 3 തുടർച്ചയായ മാസം ആയുധം എടുക്കുകയോ പോരാട്ടം നടത്തുകയോ രക്തം ചിന്തുകയോ പകരം വീട്ടുകയോ ഇല്ല. അതുകൊണ്ട് ശാന്തമായിട്ട് ജീവിക്കാനും നമുക്ക് അവസരം കിട്ടും. ഇങ്ങനൊരു നിയമമില്ലായിരുന്നെങ്കിൽ എപ്പോഴും യുദ്ധം പ്രതീക്ഷിക്കേണ്ടി വരും പല രാഷ്ട്രങ്ങളിലും. അതേതൊക്കെയാ തുടർച്ചയായ 3 മാസങ്ങൾ? ദുൽഖഅദ, ദുൽഹിജ്ജ, വൽ മുഹറം. ഇതാണ് തുടർച്ചയായ മാസം. ദുൽഖഅദ മാസവും ദുൽഹിജ്ജ മാസവും മുഹറം മാസവും ഹജ്ജിന്റെ കർമ്മങ്ങൾ കൂടി നടക്കാനുള്ള സൗകര്യത്തിനാണ് ഈ സന്ദർഭത്തിൽ യുദ്ധം ഹറാമാക്കിയത് എന്ന് കാണാൻ സാധിക്കും. മറ്റൊന്ന് റജബ്, മുളർ ഗോത്രക്കാരുടെ റജബ് എന്നറിയപ്പെടുന്ന റജബ് മാസം. അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ജുമാദുൽ ആഖിറിനും ഷഅബാനിനും ഇടയിൽ വരുന്ന റജബ് മാസം. റജബ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. ഇത് സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം. ഹസനുൽ ബസ്രി റഹിമുള്ള താബികളിൽ പ്രമുഖനായ അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഹസനുൽ ബസ്രി പറഞ്ഞു, ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സനത ബിശഹ്രിൻ ഹറാം, അല്ലാഹു വർഷം ആരംഭിക്കുന്നത് ഒരു പവിത്ര മാസം കൊണ്ടാണ്. മുഹറം 1-ാമത്തെ മാസം. ഇതൊരു പുതുവർഷത്തിന്റെ ആരംഭമാണ്. 1-ാമത്തെ മാസമാണ് മുഹറം. അതേപ്രകാരം വഖതമഹ ബിശഹ്രിൻ ഹറാം, 12-ാമത്തെ മാസവും ഒരു പവിത്ര മാസം ദുൽഹിജ്ജ. തുടക്കം ഒരു പവിത്ര മാസം കൊണ്ട് അല്ലാഹു ആരംഭിച്ചു, ഒരു പവിത്ര മാസം കൊണ്ട് അല്ലാഹു അവസാനിപ്പിച്ചു. ഫലൈസ ശഹ്റുൻ ഫിസന ബഅദ ശഹ്രി റമളാൻ, റമളാൻ മാസം കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ മറ്റൊരു മാസവുമില്ല.
അഅ്ലമ ഇൻദല്ലാഹി മിനൽ മുഹറം, അല്ലാഹുവിന്റെ അരികിൽ മുഹറമിനേക്കാൾ മഹത്വമേറിയത്. ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങൾക്കാണ് പ്രത്യേകത. മുഹറം എന്ന് പറഞ്ഞാൽ ഷഹ്റുല്ലാ എന്ന അള്ളാഹു തന്നെ പേരിട്ടിരിക്കുക. ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം എന്ന അള്ളാഹുവിന്റെ മാസം. അപ്പോൾ റമളാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും പവിത്രതയുള്ള മാസം മുഹറമാകുന്നു എന്ന് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു റിപ്പോർട്ട്, ഖാല, അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാ സിയാമ യൗമിൻ ഫദ്ദലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗം യൗമ ആശൂറ വഹാദ ശഹ്റ യഅനി ശഹ്റ റമളാൻ. ഇബ്നു അബ്ബാസ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റേതൊരു കാലഘട്ടത്തിലേതിനേക്കാളും നോമ്പെടുക്കാൻ പ്രത്യേകം താല്പര്യം കാണിച്ചു. നബി കാത്തിരുന്നത്, നോമ്പെടുക്കണം എന്ന നിലക്ക് നബി കാത്തിരുന്ന് നോമ്പെടുത്തത് ഈ ഒരു ദിവസത്തിൽ, അഥവാ മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസത്തിൽ ആശൂറയിൽ മാത്രമാണ്. ഈ മാസം കഴിഞ്ഞാൽ, ഈ ദിവസം റമളാൻ കഴിഞ്ഞാൽ പിന്നെ നബി ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കണ്ട നോമ്പ് അത് മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസത്തിലെ നോമ്പാണ്. ദുൽഹിജ്ജയിലേതുപോലെ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസവും തുടർച്ചയായി നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തൊന്നുമില്ല. പക്ഷേ ഏത് ദിവസവും നോമ്പെടുക്കൽ സുന്നത്താണ്. ആ നിലക്ക് പ്രത്യേക നിയ്യത്തില്ലാതെ നമുക്ക് ഈ മാസങ്ങളിൽ നോമ്പെടുക്കുന്നതിന് വിരോധമില്ല. ഈ ഒരു 10 ദിവസം പ്രത്യേകം പുണ്യമുണ്ട് എന്നുള്ള നിലക്ക് ഒരിക്കലും നോമ്പെടുക്കാൻ പാടില്ല. അത്തായിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം താബിയാണ്, അന്നഹു സമിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഫി ആശൂറ, ആശൂറ നോമ്പിനെ സംബന്ധിച്ച്, മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു, ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ യഹൂദികൾക്ക് എതിരാകണം, വസൂമുത്താസിയ വൽ ആശിറ, 9ാമത്തെ ദിവസവും 10ാമത്തെ ദിവസവും നിങ്ങൾ നോമ്പെടുക്കണം. താസിർ ആശിർ, നിങ്ങൾ 9ാമത്തെ ദിവസം, അതായത് മുഹറം മാസത്തിൽ 9-നും നോമ്പെടുക്കണം, 10-നും നോമ്പെടുക്കണം. കാരണം എന്താ? 10-ന് പ്രത്യേകത കൽപ്പിച്ചവരാണ് ആര്? യഹൂദികൾ. നമ്മൾ 10 മാത്രമല്ല, അവരോട് എതിരാകാൻ വേണ്ടി 9-നും 10-നും നോമ്പെടുക്കണം. അപ്പോൾ കഴിയുന്ന ആളുകൾ പിന്നെ മുഹറം 9-നും 10-നും നോമ്പെടുക്കുക. ഒന്നാമതായി പവിത്രമാസങ്ങളിൽ മുഹറം ഉൾപ്പെടെ എന്താണ്? യുദ്ധം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫമിൻ അഹ്കാമി ശഹ്രില്ലാഹിൽ മുഹറം തഹ്രീമു ഇബ്തിദാഇൽ ഖിതാലി ഫീ, പവിത്രമാസങ്ങളിൽ, മുഹറം ഉൾപ്പെടെയുള്ള പവിത്രമാസങ്ങളിൽ നിങ്ങൾ യുദ്ധം അങ്ങോട്ട് ആരംഭിക്കുക എന്നുള്ളത് ഹറാമാക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ മാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഹുക്മ്. കാരണം ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, ഈ പവിത്ര മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അനീതി പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ആരംഭിക്കരുത്. ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ നമുക്ക് നേരിടാം, അല്ലാതെ അങ്ങോട്ട് നിങ്ങൾ യുദ്ധം തുടങ്ങരുത്. നിങ്ങൾക്ക് യുദ്ധത്തിന് അർഹതയുള്ള സാഹചര്യമാണെങ്കിൽ പോലും എന്നർത്ഥം. അശ്ശഹ്റുൽ ഹറാമു ബിശ്ശഹ്റിൽ ഹറാം, പവിത്രമാസങ്ങൾ പവിത്രമാസത്തോടുള്ളതാണ്. വൽ ഹുറുമാതു ഖിസാസ്, പവിത്രതകൾ അത് ഖിസാസ് പ്രതിക്രിയയുള്ളതാണ്. ഫമൻ യഅ്തദാ അലൈക്കും ഫഅ്തദു അലൈഹി ബിമിസ്ലി മാ അഅ്തദാ അലൈക്കും, ഈ പവിത്രമാസങ്ങളിൽ ആരെങ്കിലും നിങ്ങളോട് ഇങ്ങോട്ട് അതിക്രമം കാണിച്ച് യുദ്ധം ചെയ്താൽ തത്തുല്യമായി തിരിച്ചു നിങ്ങൾക്ക് ചെയ്യാം, കൂടുതൽ ചെയ്യാൻ പാടില്ല. പവിത്രമാസമാണ്, അതിന്റെ പരിഗണന ഉണ്ടായിരിക്കണം. രണ്ടാമതായി ഈ മാസത്തിലെ നോമ്പ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം, റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ നോമ്പ് അള്ളാഹുവിന്റെ പവിത്രമായ മാസമാണ്. വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ നിസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രി നിസ്കാരമാണ്. ഫർളായ 5 നേരത്തെ നിസ്കാരം ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് തഹജ്ജുദ് നിസ്കാരത്തിനാണ്, ഖിയാമുൽ ലൈലിനാണ്. അതേപോലെ നിസ്കാരത്തിൽ ഖിയാമുൽ ലൈലാണ് ശ്രേഷ്ഠം. നോമ്പിൽ റമളാനിലെ ഫർള് നോമ്പ് കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പുകൾ ഏറ്റവും ഉത്കൃഷ്ടം ഏതാണ്? മുഹറം മാസത്തിലെ 10-ാം തീയതിയിലെ നോമ്പാണ്, അല്ലെങ്കിൽ 9ഉം 10ഉം ദിവസങ്ങളിലെ നോമ്പാണ്. ഇതിൽ ഒന്നുകിൽ 9ഉം 10ഉം നിൽക്കുക, അല്ലെങ്കിൽ 10 മാത്രമായി നിൽക്കുക. 10ന് ഏറ്റവും പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അബൂ ഖതാദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി ആശൂറ, ആശൂറ നോമ്പിനെ കുറിച്ച്, മുഹറമിലെ 10ാമത്തെ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. നബി പറഞ്ഞു, ഫമൻ ശാഅ സാമഹു വമൻ ശാഅ തറകഹു, ഉദ്ദേശിക്കുന്നവർ നോമ്പെടുക്കട്ടെ, ഉദ്ദേശിക്കുന്നവർ ഉപേക്ഷിക്കട്ടെ. അപ്പൊ ചിലപ്പോൾ നബി നോമ്പ് എടുക്കാതിരിക്കാനും അനുവാദം കൊടുത്തിട്ടുണ്ട്. നോമ്പ് എടുക്കുകയാവാം, എടുക്കാതിരിക്കുകയാവാം. എടുത്താൽ അത് അഫ്ളലായ നോമ്പാണ് എന്ന് മനസ്സിലാക്കണം. സ്വഹീഹ് മുസ്ലിമിൽ തന്നെ നമുക്ക് കാണാം, ഫമൻ അഹബ്ബ മിൻകും മൻ യസൂമഹു
ഫല്യസുംഹു വമൻ കരിഹ ഫല്യദഉഹു. ആരെങ്കിലും ആശുറയുടെ ദിവസം നോമ്പെടുക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവൻ നോമ്പ് ഉപേക്ഷിക്കട്ടെ. അപ്പൊ നോമ്പ് ഉപേക്ഷിക്കാനും എന്താണ് അനുമതിയുണ്ട് എന്നർത്ഥം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റൊരു റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാന ശഹറുല്ലാഹിൽ മുഹറം. നേരത്തെ ഞാൻ ഓതിക്കേൾപ്പിച്ച അതേ റിപ്പോർട്ട് ആവർത്തിച്ചിരിക്കുന്നു. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്കൃഷ്ടമായത് മുഹറം 10 നോമ്പാണ്. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രി നിസ്കാരമാണ്. മൂന്നാമതായി അള്ളാഹു ഈ ഷഹറുല്ല എന്ന പേരിട്ടിരിക്കുന്നു. മുഹറം മാസത്തിന്റെ പ്രത്യേകത അതിന് ഷഹറുല്ല, അള്ളാഹുവിന്റെ. എല്ലാ മാസവും അള്ളാഹുവിൻ്റെ തന്നെയാണ്. പക്ഷേ മാസം തുടങ്ങുന്ന ആദ്യത്തെ മാസത്തിന്, യുദ്ധം നിഷിദ്ധമാക്കിയ മാസത്തിന്, ആശൂറാ നോമ്പ് നിശ്ചയിച്ച മാസത്തിന്, മൂസാ റസൂലുള്ളാഹി അലൈഹി സ്വലാമിന്റെ സമൂഹത്തെ അള്ളാഹു ശത്രുക്കളിൽ നിന്ന് ഫിർഔനിൽ കൂട്ടലും രക്ഷപ്പെടുത്തിയ മാസത്തിന് ഒരു പേരിട്ടുണ്ട്, ഷഹറുല്ല. ഹിജറ വർഷം ആരംഭിക്കുന്നത് മുഹറം മുതൽക്കാണ്. നബി എല്ലാ അമ്പിയാക്കളുടെ ചരിത്രത്തിലും പലായനമുണ്ട്. ഹിജറ പോകാത്തൊരു നബിയുമില്ല. അവർക്ക് ഭൗതികമായ വിജയം അള്ളാഹു നൽകുമ്പോഴും സ്വന്തം നാട്, സ്വന്തം സ്വത്തുക്കൾ, കുടുംബാംഗങ്ങൾ അവരൊക്കെ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നിട്ടില്ലാത്ത ഒരു നബിയുമില്ല. എല്ലാ നബിയുടെ ചരിത്രം, നൂഹ് നബി ഉണ്ടല്ലേ, കപ്പലിലങ്ങ് പോയിട്ട് മറ്റൊരു ദിക്കിൽ ചെന്നിട്ടാണ് അണയുന്നത്. നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹം തന്റെ പിതാവടക്കമുള്ള ആളുകൾ കല്ലെറിഞ്ഞൊടിച്ചപ്പോൾ തന്റെ സ്വന്തം ജന്മസ്ഥലം വിട്ടു ഓടിപ്പോകേണ്ട സാഹചര്യം ആർക്കുണ്ടായിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ നബിമാരുടെ ചരിത്രം. ഹൂദ് നബി ആ സമുദായത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, പിറകോട്ട് തിരിഞ്ഞു പോകാതെ നാട് വിട്ടുപോകണം. അങ്ങനെ ഹൂദ് നബി സ്വന്തം നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കാതെയാണ് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത്. ആ പോകുന്ന യാത്രയിലാണ് ഒരാഴ്ചക്കാലം കൊണ്ട് ആ നാടിനെ ഒന്നാകെ അള്ളാഹു വെട്ടിയിട്ട ഈത്തപ്പനത്തടികൾ പോലെ അവരെ, ആ സമൂഹത്തെ ഒന്നാകെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. ഈ ഉമ്മത്തിൽ തന്നെ, ഈ ബഹുജനങ്ങൾക്കിടയിൽ തന്നെ വലിയ വലുപ്പമുണ്ടായിരുന്ന ആചാരബാഹുക്കളായ ശക്തരും കരുത്തരുമായിരുന്ന ജനതയാണ് അള്ളാഹു കാറ്റുകൊണ്ട് തള്ളിയിട്ട് ഒന്നുമല്ല അവരുടെ ദുർബലത അള്ളാഹു അവരെ അറിയിക്കേണ്ടായത്. സമൂദ് ഗോത്രം, അവരെ ശിക്ഷിക്കാൻ വേണ്ടി ഒരു ഘോര അട്ടഹാസം കൊണ്ട്, സൈഹത്തുകൊണ്ടും അള്ളാഹു അവരെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ സ്വാലിഹ് അലൈഹിസ്സലാമിനോടും സത്യവിശ്വാസികളോടും അള്ളാഹു നാട് വിട്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും നാട് വിട്ടുപോയിട്ടുണ്ട്. ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ ജനത, ആ ജനതയ്ക്ക് മാത്രമാണ് അള്ളാഹു മാപ്പ് കൊടുത്ത ഒരു ചരിത്രം നമുക്ക് നേരിട്ട് കാണാൻ കഴിയുക. ബാക്കി എല്ലാ അമ്പിയാക്കളെല്ലാം അവിടെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഷുഐബ് നബിയുടെ ജനതയുടെ ഭാഗികമായിട്ട് നശിച്ചു, ഒരു ഭാഗം നശിച്ചു. അതായത് തീയിന്റെ മേഘങ്ങൾ അവരുടെ മേൽ വരികയും വീട്ടിൽ ചൂടുകൊണ്ട് വെപ്രാളപ്പെട്ട് വിയർത്ത് ഒരു മൈതാനത്തേക്ക് അവർ ഇറങ്ങി വരികയും ആ മൈതാനത്ത് തണലുണ്ടെന്ന് കരുതിയാണ് വന്നത്. പക്ഷെ അത് തണലായിരുന്നില്ല, ആ കരിമേഘങ്ങൾക്കിടയിൽ അഗ്നിയായിരുന്നു. ആ തീ അവരിലേക്ക് വീണ് അവർ മരണപ്പെട്ടു. അവരെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ശുഐബ് നബിയും സത്യവിശ്വാസികളും ആ നാട് വിട്ടുപോയി. എല്ലാ നബിമാർക്കും നാട് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഒന്നിലേറെ തവണ നാട് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷൈബ് അബി താലിബിലേക്ക് പോയി താമസിക്കേണ്ടി വന്നു. അവസാനം ലോക ചരിത്രത്തിന്റെ തന്നെ വഴിത്തിരിവായി മാറിയിട്ടുള്ള മദീന ഹിജറ അതുമുണ്ടായി. ഈ ഹിജറയുടെ ആരംഭവും നമ്മൾ കണക്കാക്കുന്നത് മുഹറം മാസം മുതൽ കാണുമെന്ന് തിരിച്ചറിയണം. അപ്പോൾ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ചരിത്രമാണ് ഹിജറയുടെ പാഠം. സത്യവിശ്വാസികൾക്ക് ആത്യന്തിക വിജയമുണ്ടായിരിക്കും. എക്കാലത്ത് നമ്മൾ ധീരരായും ഉറച്ചു നിൽക്കണമെന്നുള്ളതാണ് ഹിജറയുടെ പാഠം. ഹിജറയുടെ പാഠങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് മൂസാ റസൂലുള്ളാഹി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ മഹത്വമേറിയ വിജയം. ഫിർഔനിൽ നിന്ന് ഓടി അദ്ദേഹം മറ്റൊരു നാട്ടിലേക്ക്, ഈജിപ്തിൽ നിന്ന് ഫിലസ്തീനിലേക്ക് യാത്രയാകുന്നുണ്ട്. അതിനിടയിൽ മൂസാ നബിക്ക് അള്ളാഹു ഗംഭീരമായ വിജയം നൽകിയ ആ ചരിത്രം. വദക്കിറുഹും ബി അയ്യാമില്ല, അള്ളാഹുവിന്റെ നാളുകളെ ഓ മൂസ നീ നിന്റെ ഉമ്മത്തുകൾക്ക് പറഞ്ഞു ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഓർത്തെടുക്കേണ്ട ഒരു സന്ദർഭവും ആശുറയുടെ നോമ്പെടുക്കേണ്ട സന്ദർഭവുമാണ് ഈ മുഹറം മാസം. അതിന്റെ പവിത്രത നിലനിർത്തുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഫഊസികും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന യൗമു ആശൂറ തുഅല്ലിമുഹുൽ യഹൂദു വതത്തഖിദുഹു ഈദ. ആശൂറ ദിനത്തെ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം മൂസാ നബി അവരെ നബിയാണെന്നാണ് അവരുടെ വെപ്പ്. മൂസാ നബിയുടെ ആദർശവും തത്വവും ഒക്കെ അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവർ ഖബർ കെട്ടിപ്പൊക്കുന്നവരും മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും അങ്ങനെ കുഫറും ശിർക്കും ധാരാളമായി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരുമാണ് യഹൂദികളെങ്കിലും
മൂസാ നബി ഞങ്ങളെ നബിയാണെന്നാണ് അവർ പറയുക. ഇബ്രാഹിം നബിയെക്കുറിച്ചും അവരങ്ങനെ തന്നെ പറയും. അതുകൊണ്ട് മൂസാ നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസം യഹൂദികൾക്ക് പെരുന്നാളാണ്, നമുക്ക് നോമ്പാണ്. യഹൂദികൾ അന്നത്തെ ദിവസം ചെയ്യും, അവർ പുതിയ കുപ്പായിടും, സ്ത്രീകളൊക്കെ പുതിയ ആഭരണങ്ങൾ അണിയും, അവർ പ്രത്യേകമായിട്ട് ഒരു ഉത്സവ ദിനത്തിന്റെ പ്രതീതിയിൽ അവർ കുളിക്കും. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ദിവസത്തെ ഈദായി കണ്ടു എന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. അങ്ങനെയാണ് കാന അഹ്ലു ഖൈബർ നിവാസികൾ മദീനയിലെ അഥവാ യഹൂദികൾ യത്തഖിദൂനഹു ഈദ, അവരെന്ത് ചെയ്തു? അവർ ഈദിനെ എന്ത് ചെയ്തു? യത്തഖിദൂനഹു ഈദ, അവർ ഈ മുഹറം മാസത്തെ ദിവസത്തെ പെരുന്നാളായി അവർ കണക്കാക്കി പോന്നു. ആര്? യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈദിനെ പെരുന്നാളാക്കി. സത്യവിശ്വാസികളെ സംബന്ധിച്ച് അവർ അന്ന് നോമ്പെടുക്കണം. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇത്രയും കൂടി റിപ്പോർട്ട് എന്ത്? യത്തഖിദൂനഹു ഈദൻ വയൽബിസൂന നിസാഅഹും ഫീഹി ഉലിയഹും വശാറതഹും, ആടയാഭരണങ്ങളൊക്കെ അണിയും, പുതിയ കുപ്പായം, പുതിയ ആഭരണങ്ങളൊക്കെ അവർ ധരിക്കും ഈ മുഹറം 10-ന്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു ഫസൂമുഹും അൻതും, നിങ്ങൾ ആ ദിവസം നോമ്പെടുക്കുക. യഹൂദികൾ പെരുന്നാൾ കഴിക്കുമ്പോൾ അവർക്കെതിരായിട്ട് നിങ്ങൾ ആ ദിവസം എന്ത് ചെയ്യുക? നോമ്പെടുക്കുക. നമുക്ക് പെരുന്നാൾ വേറെ വെച്ചിട്ടുണ്ട്, ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. സ്വഹീഹ് ബുഖാരിയിൽ നമുക്കിത് കാണാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഹീന സാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആശൂറ വഅമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറ ദിനത്തിൽ നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഖാലു, സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നഹു യൗമുൻ തുഅല്ലിമുഹുൽ യഹൂദു വന്നസാറ, യഹൂദികളും നസാറാക്കളും മഹത്വം കൽപ്പിക്കുന്ന ദിവസമാണല്ലോ ഈ ആശൂറ. ഫഖാല റസൂലുള്ളാഹി, റസൂൽ പറഞ്ഞു, ഫൈദാ കാനൽ ആമുൽ മുഖ്ബിൽ, ഇനി വരുന്ന വർഷം വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സുന്നൽ യൗമത്താസി, നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തമായി 9ാമത്തെ ദിവസവും നോമ്പെടുക്കും. ഇത് നബി പറയാനുണ്ടായ കാരണം യഹൂദികൾക്കും ഉത്സവം ഉണ്ടല്ലോ എന്ന് ചില ആളുകൾ നബി ഓർമ്മപ്പെടുത്തിയോണ്ടാണ്. അല്ലാതെ നബി ആ കൊല്ലമല്ല മുഹറം നോമ്പ് നോൽക്കൽ തുടങ്ങിയത്. ആശുറാന്റെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ചേ എടുത്തിരുന്നു. ഈ ജാഹിലിയ കാലത്ത് മുശ്രിക്കുകൾ ആ നോമ്പ് എടുക്കാറുണ്ടായിരുന്നു, അവർ മുഹറം നോമ്പ് എടുത്തിരുന്നു. അത് മദീനയിൽ വന്നപ്പോഴും തുടർന്നു. പക്ഷേ അവിടെയാണ് യഹൂദികളും ഈ നോമ്പെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ യഹൂദികൾ ഈ ദിവസം പ്രത്യേകത കൽപ്പിക്കുന്നുണ്ടല്ലോ എന്ന് ചില ആളുകൾ നബിയോട് പറഞ്ഞത് അദ്ദേഹം മരണപ്പെടുന്ന വർഷത്തിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അടുത്ത വർഷമുണ്ടെങ്കിൽ ഞാൻ 9-ന് നോമ്പെടുക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മുമ്പ് മരണപ്പെട്ടുപോയി. ഇനി ഒരാൾക്ക് യഹൂദികളോട് എതിരാകാൻ ഏറ്റവും നല്ലത് 9ഉം 10ഉം നോൽക്കലാണ്. 10-ന് മാത്രം നോറ്റാൽ ഒരു വിരോധമില്ല. ഇനി 9-ന് ഒരാൾക്ക് എന്തെങ്കിലും കാരണവശാൽ യാത്രയോ മറ്റെന്തെങ്കിലും പ്രശ്നമോ അസ്വസ്ഥതയോ കൊണ്ട് നോമ്പെടുക്കാൻ പറ്റിയില്ല എങ്കിൽ യഹൂദികളോട് എതിരാകാൻ വേണ്ടി അയാൾക്ക് 11-നും കൂടി നോമ്പെടുക്കാൻ പറ്റുമോ? ഈ വിഷയത്തിൽ ഒരു ഹദീസ് ഉണ്ടെങ്കിലും അതിന് ന്യൂനതകളുണ്ട്, ചെറിയ ദുർബലതകളുണ്ട്. ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ സൂമു യൗമ ആശൂറ വഖാലിഫു ഫീഹിൽ യഹൂദ്, നിങ്ങൾ ആശൂറ നോമ്പെടുക്കണം, യഹൂദികൾക്ക് എതിരാകണം. സൂമു ഖബ്ലഹു യൗമൻ ഔ ബഅദഹു യൗമൻ, നിങ്ങൾ അതിന്റെ മുമ്പും അതിന്റെ പിറ്റേന്നും ഒരു നോമ്പെടുക്കുക എന്നൊരു ഹദീസ് കാണാം. അതിന് ന്യൂനതയുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിരാകാൻ വേണ്ടി പിറ്റേന്ന് നോമ്പെടുത്തിട്ടില്ല. അടുത്ത കൊല്ലം ഞാൻ 9-ൽ നോമ്പെടുക്കുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? തൊട്ട് പിറ്റേ നോമ്പെടുക്കുകയുണ്ടായിട്ടില്ല. എന്നാൽ മറ്റൊന്ന്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 9-നും 10-നും നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതാണ് അഫ്ളൽ. ഫസൗമു താസീം അൽ ആശരി അഫ്ളൽ, 9, 10ന്റെ കൂടെ ചേർത്തെടുക്കലാണ് ഏറ്റവും നല്ലത്. 2 ദിവസവും നോമ്പെടുക്കണം. വൈൻ സാമൽ ആശർ അൽ ഹാദി അശർ കഫാദാലിക്, ഒരാൾ 10ഉം 11ഉമാണെങ്കിൽ അയാൾക്ക് മതിയാകും. അത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെ എതിരാവുക എന്നത് അവിടെ നടക്കും. യഹൂദികൾ 10-ന് മാത്രമാണല്ലോ പ്രത്യേകത കൊടുത്തത്. നിങ്ങൾ 10ഉം 11ഉം നോറ്റാൽ എന്താണ്? എതിരാവുക എന്ന് നടക്കും എന്ന അടിസ്ഥാനത്തിൽ അങ്ങനെ നോക്കുന്നതിന് വിരോധമില്ല. പക്ഷേ അത് പ്രത്യേകം സുന്നത്തായി സ്ഥിരപ്പെട്ട ഹദീസുകൾ വന്നിട്ടില്ല. അങ്ങനെ എതിരാവുക എന്ന ലക്ഷ്യത്തിൽ ഒരാൾ 10ഉം 11ഉം എടുക്കുന്നതിന് വിരോധമില്ല എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വ. എന്തിനിൽ ഈ മുഖാലഫത്തിൽ യഹൂദികളോട് എതിരാകുന്നതിനു വേണ്ടി. ഇതാണ് ആ വിഷയത്തിൽ. ഇനി ചില ആളുകളൊക്കെ 9ഉം 10ഉം 11ഉം ഒരുമിച്ചെടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സ്ഥിരപ്പെട്ടതായി നമുക്ക് പ്രമാണങ്ങൾ കാണാൻ കഴിയില്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാൻ പറ്റൂ. എന്നാൽ സലഫികളായ ഉലമാക്കൾ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്കൊന്നുകിൽ 9ഉം 10ഉം, അല്ലെങ്കിൽ 10ഉം 11ഉം, അല്ലെങ്കിൽ 9, 10, 11 ഇങ്ങനെയൊക്കെ നോമ്പെടുക്കാമെന്ന് പറഞ്ഞ ആളുകളെയും കാണാൻ സാധിക്കും. അഫ്ളലായത് 9നും 10നും നോമ്പെടുക്കുക, അല്ലെങ്കിൽ 10ന് മാത്രം നോമ്പെടുക്കുക എന്നുള്ളതാണ്. ഇനി അള്ളാഹുവിന്റെ വിധി അസംഭവ്യമാണ്, അലംഘനീയമാണ്. ആർക്കും അതിനെ തരണം ചെയ്യാൻ കഴിയില്ല എന്നാണ് ചരിത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അഹങ്കാരികളും അധർമ്മികളും അക്രമികളും ദുനിയാവിൽ തന്നെ തകരണമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. ഒരു നരാധമനും ഒരു ഫാഷിസ്റ്റും ഉയർന്നു നിൽക്കുകയില്ല. കുറച്ചു കാലത്തേക്ക് അള്ളാഹിന്റെ തീരുമാനം. ആ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അള്ളാഹു പറഞ്ഞെന്താ അറിയോ? വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുദീഫു, പീഡിതരായ ആളുകൾക്ക് അനുഗ്രഹം കൊടുക്കണം എന്നാണ് നാം തീരുമാനിച്ചെന്നുള്ള പറയാം. പീഡിതർക്ക് അള്ളാഹു എന്നും അവസാനം വിജയം കൊടുക്കും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്.
മനസ്സിലായില്ലേ? നമുക്കറിയാം മഹ്ദിയുടെ വരവുണ്ട്. യഹൂദികൾ ഫലസ്തീനിലെ ജനതയെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ദജ്ജാലിന്റെ നേതൃത്വം വരെ ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ കടുത്ത പരാജയത്തിനും അപമാനത്തിനും ഉന്മൂലനാശമാണ് യഹൂദികൾക്കുണ്ട്. ഒരൊറ്റ യഹൂദി ബാക്കിയില്ലാതെ എല്ലാവരെയും തകർത്ത് കളയുന്നത് കാണാനുള്ള മഹാഭാഗ്യം സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകും. കാരണം അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ചരിത്രം ആവർത്തിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതായി മൂസാ നബിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2 സ്ത്രീകളെ നമ്മൾ മനസ്സിലോർക്കണം. ഒന്ന് ആസിയ ബീവിയാണ്. മൂസാ നബിയുടെ കൊടിയ ശത്രുവും അക്രമിയും മർദ്ദകനും നിർദ്ദയനുമായിരുന്ന ഫിർഔൻ, ആ ഫിർഔന്റെ പത്നിയായിരിക്കെ ലോക ജനതയ്ക്ക് ഈമാനിന്റെ മാതൃകയായി അള്ളാഹു നിശ്ചയിച്ചു ഇംറഅത്ത് ഫിർഔൻ, ആസിയ ബീവി. ആസിയ ബീവി, പെണ്ണുങ്ങൾ എങ്ങനെയാണ് ഈമാനിൽ ഉറച്ചു നിൽക്കുന്നത്? മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ ശിർക്കും കുഫറും ചരടും മന്ത്രവും ഉറുക്കും നൂലും സിഹറും ഒക്കെ ആണെങ്കിൽ അതിനോട് അങ്ങ് സാമൂഹ്യം കാണിക്കുന്ന പെണ്ണുങ്ങളാണ് ആ നാട്ടിലുള്ളത്. അവർക്കാണ് ആസിയ ബീവിയുടെ ചരിത്രം. അത്തരം വീട്ടിലൊന്നും താമസിക്കേണ്ട ഒരു ഗതി ഒരു പെണ്ണിനുണ്ടാവാൻ പാടില്ല. ഷിർക്കിൽ നിന്ന് മുക്തനാകാത്ത ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കേണ്ട അവസ്ഥ, ഏതായാലും കല്യാണം കഴിച്ചു 4 കുട്ടികളായി, അതൊന്നും ന്യായമല്ല. ഷിർക്ക് അത് ഗുരുതരമായ തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭർത്താവിനെ ഷിർക്കിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആ ഭാര്യയ്ക്ക് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ വിട്ടുപോരണം. വേണമെങ്കിൽ അദ്ദേഹം തൗഹീദിലേക്ക് വരുന്നത് വരെ അവൾക്ക് കാത്തിരിക്കാം, അതിന് വിരോധമില്ല. നിങ്ങൾ എന്ന് തൗഹീദിലേക്ക് വരുന്നോ അന്ന് നമുക്ക് ഒരുമിച്ച് കഴിയാം. ശക്തമായ പാഠമാണ് നമുക്കെവിടെ നൽകുന്നത്. ആസിയ ബീവി തൗഹീദിൽ അടിയുറച്ചു. ആ ഷിർക്കിന്റെ വീട്ടിൽ ഒരിക്കലും അവർ തൗഹീദിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. ആസിയ ബീവിയുടെ ചരിത്രം. 2 മൂസാ റസൂലുള്ളാഹിയുടെ ഉമ്മ, ഒരു തോന്നലുണ്ടായി ആ കുഞ്ഞിനെ ആറ്റിലേക്ക് ഒഴുക്കുന്ന സമയത്ത് ആ ഉമ്മയ്ക്ക് ഉറച്ച വിശ്വാസം, അള്ളാഹു എനിക്ക് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നേരെ മറിച്ച് ആൺകുട്ടികളെല്ലാം ഫിർഔൻ കൊന്നുകളയുന്നു എന്ന ഭയപ്പാടിലാണ് ആ കുട്ടിയെ ഒരു പെട്ടിയിലോ പേടകത്തിലോ ആക്കിയിട്ട് ഒഴുക്കിക്കളയുന്നത്. അള്ളാഹു ആ ഉമ്മാക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. മുലയൂട്ടുന്നതിന്റെ കൂലി ഫിറൗനും കൊടുക്കും, എന്നാൽ ഉമ്മാക്ക് മകനെ മുലയൂട്ടിയതിന്റെ കൂലി അത് വേറെയും അള്ളാഹു കൊടുക്കും. അതിന് ഇരട്ട പ്രതിഫലം കിട്ടാൻ കാരണമായി അള്ളാഹു എങ്ങനെയാണ് ആ ഉമ്മക്ക് അത്ഭുതകരമായ ഒരു കറാമത്തിലൂടെ സ്വന്തം മകനെ തിരിച്ചു നൽകിയിട്ടുള്ളത് എന്ന 2 സ്ത്രീകളുടെ ചരിത്രപാഠം നമുക്ക് കാണാനായിട്ട് കഴിയും. വളറബല്ലാഹു മസല്ലല്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അവസാനം തിരിച്ചറിഞ്ഞ് സത്യവിശ്വാസിയാണെന്നും മൂസാ നബിയുടെ അനുയായിയാണ് എന്നും ആസിയ ബീവിയെ തിരിച്ചറിഞ്ഞപ്പോൾ ഫിറൗൻ അവളെ കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഫിറൗൻ കൊന്നുകളയുമ്പോൾ സ്വർഗത്തിൽ നിന്റെ അരികിൽ എനിക്കൊരു ഭവനം തരയണമേ എന്നവർ പ്രാർത്ഥിച്ചു. ഫിറൗനിന്റെ പത്നിയുടെ പ്രാർത്ഥന എല്ലാ സത്യവിശ്വാസികളായ സ്ത്രീകൾക്കും എല്ലാ സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും മാതൃകയാണ്. വനജ്ജിനി മിൻ ഫിറഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിറഔനിൽ നിന്നും അവന്റെ കൊടൂരതകളിൽ നിന്നും അക്രമികളായ ജനതയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് ആസിയ ബീവി നടത്തിയ പ്രാർത്ഥന സൂറത്തു തഹരീമിലെ 11-ാമത്തെ ആയത്തിൽ കാണാം. പിന്നീട് സത്യവിശ്വാസികൾ പരസ്പരം പിൻബലം നൽകുന്നവനാകണം. മൂസാ നബിക്ക് അള്ളാഹു സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനെ നബിയായി കൂടെ നിയമിച്ചു കൊടുത്തു. സനശുദ്ദു അളുദക ബി അഖീഖ്, നിന്റെ ശക്തിയെ നിന്റെ സഹോദരൻ മുഖേന ഞാൻ ശക്തിപ്പെടുത്തും. ഫിറൗന്റെ അരികിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ നാട് വിട്ടോടിപ്പോകേണ്ട ഒരു സാഹചര്യം മൂസാ നബിക്കുണ്ട്. തിരിച്ചു വരുമ്പം ഭൗതികമായ പ്രയാസങ്ങളും പേടിക്കുമൊക്കെ വകയുണ്ട്. പക്ഷേ ജ്യേഷ്ഠനായിട്ടുള്ള ഹാറൂനെയും കൂടെ അയച്ചു. അദ്ദേഹവും ധീരനാണ്, ശക്തനാണ്. സത്യവിശ്വാസികൾ എപ്പോഴും എന്താണ്? പരസ്പരം ശക്തിപ്പെടുത്തണം. ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. അള്ളാഹു നിന്നെ അവന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തിയവനാണ്, സത്യവിശ്വാസികളെ കൊണ്ടും നിന്നെ ശക്തിപ്പെടുത്തി. അപ്പൊ നബിമാരെ ശക്തിപ്പെടുത്തേണ്ട ബാധ്യത സത്യവിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. ഈമാനിലും തൗഹീദിലും ഒരുമിച്ച് ഭിന്നിച്ച് കക്ഷികളായി ശിഥിലമായി പരസ്പരം പോരടിക്കുന്നവരാകേണ്ടവരല്ല സത്യവിശ്വാസികൾ എന്ന പാഠവും ഹിജറയുടെ പാഠമാണ്. അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒരു കെട്ടിടത്തെ പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ദ. അവർ പരസ്പരം ശക്തിപ്പെടുത്തണം. മൂസാ നബിക്ക് ഹാറൂൻ നബി ശക്തി നൽകിയതുപോലെ ഫിറഔനെതിരെ ഹാറൂൻ നബിയിലൂടെ ബലം നൽകിയതുപോലെ സത്യവിശ്വാസികൾ ഈമാൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. ശിർക്കിലേക്ക് വീഴാതിരിക്കാൻ, ഹറാമിലേക്ക് പോകാതെ നമ്മൾ മറ്റു കുടുംബങ്ങളെ ശ്രദ്ധിക്കാതെ പോകാൻ. തൗഹീദ് സ്വീകരിച്ചതിന് പേരിൽ പ്രയാസങ്ങളും പീഡനങ്ങളും ചിലപ്പം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും, ജീവിക്കാൻ പ്രയാസങ്ങളുണ്ടാകും. അവരെ കേട്ടുപിടിക്കുകയും സഹായിക്കുകയും സംരക്ഷണം കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നത് ഹിജറയുടെ പാഠമാണ്. പിന്നെ ഏത് സന്ദർഭത്തിലും ഉറച്ചു നിൽക്കണം. ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും ഔ അൻ യുദ്ഹിറ ഫിൽ അർളിൽ ഫസാദ്. ഞാൻ ഭയപ്പെടുന്നു, ഈ മൂസ വന്നിട്ട് നിങ്ങളെ ദീനിനെ മാറ്റിമറിച്ചു കളയും, ഭൂമിയിൽ അവൻ കുഴപ്പങ്ങൾ പ്രകടമാക്കും. ആരെക്കുറിച്ച്? മൂസാ നബിയെക്കുറിച്ച്. സത്യവിശ്വാസികൾ എപ്പോഴും കള്ളന്മാരാണ്, ഫിത്തനക്കാരാണ് എന്ന ആരോപണം കേൾക്കേണ്ടി വരും. നിങ്ങൾ ഫിത്തനക്കാരാണ്, നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നവരാണ്, നിങ്ങൾ കുടുംബം തകർക്കുന്നവരാണ്. ആ സമയത്ത് ഉറച്ചു നിൽക്കണം.
മൂസാ നബിയെക്കുറിച്ചാണ് പറയുന്നത്. നാട്ടിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കും മൂസാ നബിയെക്കുറിച്ച്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി കുടുംബത്തിൽ ശിഥിലതയുണ്ടാക്കിയവനാണ്. ഫിറൗൻ ക്രൂശിക്കാനും കൈകാലുകളെതിരായി ഛേദിക്കാനും ആ സാഹിറുമാരുടെ കാര്യത്തിൽ തീരുമാനിച്ചപ്പോൾ നിനക്കൊരു മുൻഗണനയും തരില്ല എന്ന് പറഞ്ഞ ആ സാഹിറുമാരുടെ പാഠം ഒരൊറ്റ ദിവസം രാവിലെ അവർ കാഫറുകളാണ്, വൈകുന്നേരം അവർ ഷഹീദാണ്, മുഅ്മിനാണ്. ആര്? മൂസാ നബിയോട് മത്സരിക്കാൻ വന്നില്ലേ ഫിറൗൻ പറഞ്ഞേച്ചിട്ട് സാഹിറുമാർ. ഇപ്പോൾ നമ്മളത് വിശദീകരിക്കേണ്ട സമയമല്ല. പക്ഷേ അവർ പറഞ്ഞൊരു വാക്ക് അവസാനമായി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഖാലു, സാഹിറുകൾ പറഞ്ഞു, ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ, ഞങ്ങൾക്ക് വന്ന തെളിവുകളെക്കാളും ആ തെളിവുകളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയ സത്യത്തെക്കാളും ഞങ്ങളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനേക്കാളും ഫിറഔനെ നിനക്ക് ഞങ്ങൾ ഒന്നാം സ്ഥാനം തരികയില്ല. അള്ളാഹു കഴിഞ്ഞിട്ടേ ഉള്ളൂ നീ, സത്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ നീ എന്ന് പ്രഖ്യാപിക്കാൻ ആ സാഹിറുമാർക്ക് കഴിഞ്ഞു. അവരുടെ വലത് കൈയും ഇടതുകാലും ഛേദിച്ചു, അല്ലെങ്കിൽ വലതുകാലും ഇടതുകൈയും ഛേദിച്ചു. അവരെ കൊന്നുകളഞ്ഞു, ജീവനോടെ ആ അവയവങ്ങൾ മുറിച്ച് കുരിശിൽ തറച്ച് കൊന്നുകളഞ്ഞ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് ത്വാഹയിൽ 22 കാണാം. കണ്ടോ, റബ്ബിനേക്കാൾ മറ്റൊന്നിനും പ്രാമുഖ്യമില്ല. ഫിറഔനോട് പറയാൻ ആ നാട്ടിലെ ഏറ്റവും കൊടിയ ക്രൂരനായ രാജാവിന്റെ മുന്നിൽ എഴുന്നേറ്റെന്ന് അയാളുടെ ശമ്പളക്കാരനായ ഈ സാഹിറുമാർ പറയാണെന്ത്, ഞങ്ങൾക്ക് റബ്ബിനേക്കാൾ വലുതല്ല നീ, ഞങ്ങൾക്കിപ്പോൾ തെളിവ് കിട്ടി. മനസ്സിലായി? നേരം വെളുത്തപ്പോൾ അവർ കാഫറാണ്, ഇപ്പൊ അവർ തെളിവ് കണ്ടു, മുഅ്മിനായി. മൂസാ നബിയുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അവർ പ്രഖ്യാപിച്ചു. അതിന്റെ പേരിൽ ഫിറൗൻ വൈകുന്നേരം ആകുമ്പോഴേക്ക് അവരെ കൊന്നുകളഞ്ഞു, അവർ ഷഹീദായി. നമുക്ക് ഒരുപാട് മാതൃക ഈ മുഹറത്തിന്റെ ചരിത്രത്തിലുണ്ട് എന്ന് ഓർക്കുക. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താ? ഫിറഔനും മുങ്ങി മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അത് സ്വീകരിച്ചിട്ടില്ല. വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹർ, നാം ഇസ്രായേല്യരുമായി സമുദ്രം താണ്ടിക്കിടക്കുമ്പോൾ ഫഅത്ബഅഹും ഫിറഔൻ വജുനൂദുഹു, ഫിറഔനും സൈന്യവും അവരുടെ പിന്നാലെ വന്നു. ബഗയൻ വഅദ്വൻ, അതിക്രമത്താലും എതിർപ്പിനാലും അവർ വന്നു. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, അങ്ങനെ മുങ്ങി മരിക്കുക എന്നത് അവരെ പിടികൂടിയപ്പോൾ ഖാല, ഫിറഔൻ പറഞ്ഞു, ആമൻതു, ഞാൻ മുഅ്മിനായിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ, ബനു ഇസ്രായേലർ വിശ്വസിച്ച അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആര്? ഫിറൗൻ. നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ പറയും, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അത് പിന്നെ ജാറത്ത് പോയാൽ കുഴപ്പമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഫിറഔനും പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യൂനുസിലെ 90-ാമത്തെ ആയത്തിൽ കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവിലുണ്ടായാൽ പോരാ, ഖൽബിൽ വേണം, അമലുകളിൽ വേണം. അങ്ങനെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനുള്ള ചരിത്രവും പ്രവാചകന്മാർ തൗഹീദിനു വേണ്ടി ശിർക്കിനെതിരെയുള്ള പോരാട്ടത്തിൽ പലായനം ചെയ്യേണ്ടി വന്ന ചരിത്രവുമാണ് മുഹറമിന്റെ ചരിത്രം. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആശുറാന്റെ നോമ്പ് നമ്മുടെ കയ്യിലുണ്ടാകണം. അതിനെ ബലപ്പെടുത്താൻ വേണ്ടി താസുആന്റെ നോമ്പും എടുക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما وآخر دعوانا أن الحمد لله رب العالمين.